ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ആദ്യത്തെ ചിന്ത എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുന്ന എന്തെങ്കിലും ചെയ്താൽ ഈ പ്രശ്നം മാറുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒരു തുണയോ അല്ലെങ്കിൽ ഒരു ആശ്വാസമോ ഒക്കെ തേടും നമ്മൾ. ശരി തന്നെയാണ്. പക്ഷേ എത്ര പരിഹാരങ്ങൾ ചെയ്താലും ജീവിതം ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് മാറില്ല. കാരണം ദൈവം ആദ്യം നോക്കുന്നത് നമ്മളിൽ ഒരു മാറ്റം വന്നോ എന്നതാണ്. നമ്മൾ ചെയ്ത പൂജകളുടെ എണ്ണമല്ല അവിടെ നോക്കുന്നത്. നമ്മൾ എത്ര ദിവസം വ്രതം ഇരുന്നു, ഏതൊക്കെ അമ്പലങ്ങളിൽ പോയി, എത്ര ദീപം വെച്ചു, ഇതിൻ്റെ കണക്കൊന്നും ദൈവം നോക്കാറില്ല. അതേപോലെ നമ്മൾ അമ്പലങ്ങളിൽ വാങ്ങിക്കൊടുക്കുന്ന പൂജാദ്രവ്യങ്ങളായ എണ്ണ, സാമ്പ്രാണിത്തിരി, ഇതൊന്നും അവിടെ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അവിടെ പൂജ കഴിക്കുന്നില്ല. അതെല്ലാം പുറകുവശത്തുകൂടി നിങ്ങൾ വാങ്ങിയ അതേ കടയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാമോ? അറിയില്ല. അറിയാവുന്നവരും കാണും. പക്ഷേ ഇതൊക്കെയാണ് അമ്പലങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പരിഹാരം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വിഷയം കൊണ്ട് നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് തീരുന്നത്? ഒരു പ്രശ്നം തീർന്നതായിട്ട് നിങ്ങൾക്കൊന്ന് തോന്നിയാലും അതിനടുത്ത് ഇന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഫേസ് ചെയ്യാൻ തക്കപോലെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാതെ ആ പ്രശ്നത്തിനുള്ള, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പ്രശ്നം എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ നിന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നം മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സത്യം അറിയാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു പരിഹാരം എന്താണ്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അമ്പലങ്ങളിൽ പോകുന്നതോ പരിഹാരം ചെയ്യുന്നതോ പൂജകൾ ചെയ്യുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവം നിങ്ങൾക്ക് തരുന്ന ആ ഒരു സിഗ്നൽ നിങ്ങൾക്ക് കാണാതെ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള പരാജയം. അമ്പലങ്ങളിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, വ്രതമെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളെ ഞെരുങ്ങി വരുന്ന പല സന്ദർഭങ്ങളിലും ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം കാത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ദൈവം ആദ്യം നോക്കുന്നത് നമ്മളിൽ ഒരു മാറ്റം വന്നോ എന്ന് ദൈവം നമ്മളെ നോട്ട് ചെയ്യും. നമ്മൾ പൂജകളുടെ ആ എണ്ണത്തിലൂടെ ഒന്നും ദൈവം നമ്മളെ വിലയിരുത്തത്തില്ല. അല്ലെങ്കിൽ നീ എത്ര രൂപ കൊടുത്ത് ഈ വഴിപാട് ചെയ്തു എന്നുള്ളതിലും ഭഗവാൻ അത് കണക്ക് വയ്ക്കില്ല. നമ്മളോട് ദൈവം, അല്ലെങ്കിൽ ജീവിതത്തിലൂടെ ഓരോ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് വരുന്ന പ്രതികൂലമായ ഓരോ അനുഭവങ്ങളിലൂടെയാണ്. പുറത്ത് മാറ്റം ആഗ്രഹിക്കുമ്പോൾ ഉള്ളിലും നമ്മൾ മാറാൻ ശ്രമിക്കണം, മാറ്റം കൊണ്ടുവരണം. അപ്പോൾ നമ്മളിലെ പലരും ചെയ്യുന്ന ഒരു വലിയ എന്താണെന്ന് നോക്കിയാൽ, പുറത്ത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശീലം, ഉള്ളിലെ ചിന്തകൾ, നമ്മുടെ സ്വഭാവം ഒന്നും മാറാൻ പാടില്ല, ഒന്നും മാറരുത്, എനിക്കതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ പുറത്തുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും മാറിയത് മാതിരി എനിക്ക് ആരെയൊക്കെയോ ബോധിപ്പിച്ച് നിർത്തണം. ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാവണം. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താണ്, അത് മനസാക്ഷിക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ ഒരു ശീലങ്ങളെ മാറ്റാൻ പറ്റാത്തിടത്തോളം കാലം, അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ വഴിപാടുകളും കാര്യങ്ങളും ഒന്നും ഫലം ചെയ്യാതെ പോകുന്നത്. വഴിപാടോ കാര്യങ്ങളോ ഒന്നും ഫലമില്ലാത്തതൊന്നും അല്ല, എല്ലാത്തിനും ഫലമുണ്ട്. പക്ഷേ അതിൽ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്കുള്ള പരാജയം. ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പടി എടുത്തു വെച്ചാൽ മതി, ആത്മാർത്ഥതയോടെ ദൈവം നമ്മളെ 10 പടി മുന്നോട്ട് തള്ളി വയ്ക്കാൻ ശ്രമിക്കും. ഒരു മനുഷ്യൻ കിടന്ന് ദൈവമേ ദൈവമേ എന്നെ രക്ഷിക്കണേ, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലേ, ഞാൻ നിരപരാധിയാണ്, എന്നിട്ട് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുന്നേ എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ ഓടി വന്ന് ആ കൈ പിടിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. അറിയാം, സത്യമായിരിക്കാം, സത്യസന്ധനാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കനാണ്, ദൈവം ഒരു തെറ്റും ചെയ്യാത്തവനാണ്, പക്ഷേ എന്നിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, എനിക്ക് ആരോ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ണിൽപ്പെടുന്ന ആരെങ്കിലും, നമ്മൾക്ക് ഇത്തിരിയെങ്കിലും വെറുപ്പോ അല്ലെങ്കിൽ വിദ്വേഷമോ തോന്നുന്ന ഒരാളുടെ രൂപമായിരിക്കും ആ ശത്രുവിൻ്റെ ഭാവത്തിൽ നമ്മുടെ മനസ്സിൽ പതിയുന്നത്.
അപ്പോൾ അവർ എന്ത് കാര്യം നമ്മളൊരു നെഗറ്റീവായിട്ട് നമുക്ക് വന്നാലും ഉടനെ നമ്മൾ ആ വ്യക്തിയാണ് ചിന്തിക്കുന്നത്, അവരെനിക്ക് ചെയ്തതാണ് എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു മനക്കണ്ണോടെ നമ്മളൊരു ജ്യോത്സ്യക്കാരൻ്റെ അടുത്ത് പോയാൽ അവർ പറയും, നിങ്ങൾക്ക് ഇന്ന ശത്രുവുണ്ട്, ഈ ശത്രുദോഷം കൊണ്ടാണ് നിങ്ങൾക്കിത് വന്നത് എന്ന് പറയും. പക്ഷെ നമ്മളവിടെ ഒരു അന്ധവിശ്വാസത്തിലേക്കാണ് പോകുന്നത്. നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എല്ലാം നമ്മളുടെ കർമ്മഫലങ്ങളാണെന്നുള്ളത് ആരെപ്പോൾ അതിനു മുന്നിൽ ഒരു സറണ്ടർ ആകാൻ തയ്യാറാണോ അവർക്ക് ദൈവം കൈകൊടുക്കും. അതാണ് സത്യം. ദൈവം നമ്മൾ ഒരു പടി എടുത്തു വെച്ചാൽ ദൈവം 10 അടി മുന്നോട്ട് തള്ളിത്തരുമെന്നാണ്. ഇതാണ് ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ആ ഒരു ജീവിതത്തിലെ ആ ഒരു പടി എടുത്തു വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താണ് ആ പടി? നമ്മുടെ ജീവിത സത്യങ്ങളെ, ജന്മ രഹസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ്. ഇപ്പോൾ തന്നെ ഒരു ജോലിയില്ല, എനിക്ക് ജോലി വേണം എന്ന് വിചാരിച്ച പൂജ ചെയ്തു, വഴിപാട് ചെയ്തു, ദീപം വെച്ചു, അതൊക്കെ നല്ലത് തന്നെയാണ്. ഒരു പോസിറ്റീവ് എനർജി, ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഞാനിത് ചെയ്തു, അങ്ങനെയുള്ളവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അതല്ലാതെ ഈ പൂജയിലേക്ക് മാത്രം സമയം ചിലവഴിച്ച് നിൽക്കുമ്പോൾ നമ്മൾ തനിയെ അവനവനോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ പുതിയ കാര്യങ്ങൾ, ഈ ജോലിക്ക് സംബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പഠിച്ചോ? അല്ലെങ്കിൽ ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമം അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം എത്രത്തോളമായിരുന്നു എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു ആളെ കണ്ടിട്ട് അടുത്ത ആളെ കാണാൻ, അല്ലെങ്കിൽ അത് നടന്നില്ല അടുത്ത ആളെ, അങ്ങനെ പല ആൾക്കാരെ സന്ദർശിച്ച് ഈ ജോലി സാധ്യത ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ നേരം പാഴാക്കാതെ നമ്മൾ ഉറച്ച മനസ്സോടെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്, വഴിപാട് കഴിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് ചുമ്മാതിരുന്നാൽ കിട്ടുമോ ജോലി? അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഒരാളോട് പരിഹാരം മാത്രം കണ്ട് ജോലി കണ്ടെത്തി തരാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ദൈവം പോലും ചോദിക്കും, ദൈവമേ മോനെ നീ ശ്രമിച്ചോടാ, ശ്രമിച്ചാലല്ലേ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നം. പരിഹാരം മാത്രം പോരാ അവിടെ. ജീവിതത്തിൽ ബന്ധങ്ങൾ തകരുമ്പോൾ പലരും ആദ്യം ഓടുന്നത് ജാതകം നോക്കാനാണ്. എൻ്റെ ഏത് ഗ്രഹമാണ് മാറി നിൽക്കുന്നത്, എൻ്റെ ഏത് ഗ്രഹമാണ് എനിക്ക് എതിരായിട്ട് നിൽക്കുന്നതെന്ന് നോക്കാൻ. അപ്പോൾ അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, നമ്മുടെ അഹങ്കാരം കുറച്ചോ? സംസാര ശൈലി ശരിയാക്കിയോ? മുന്നിലെ ആളുകൾ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വേദന മനസ്സിലാക്കിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ അംഗീകരിച്ചിട്ടുണ്ടോ? സാറി എന്നോട് ക്ഷമിക്ക്, അങ്ങനെ നടന്നുപോയി എന്ന് പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതേസമയം നടന്ന തെറ്റിനെ ആർഗ്യുമെൻ്റ് ചെയ്ത് തൻ്റെ ഇമേജിനെ ക്ലീൻ ആക്കാൻ നിൽക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ക്ഷമ ചോദിക്കാൻ മനസ്സുണ്ടോ? ഇതൊക്കെ അവനവനോട് ചോദിക്കേണ്ട കാര്യമാണ് ഒരു ബന്ധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ. ഇതൊന്നുമില്ലാതെ പുറത്തേക്ക് മാത്രം, അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം പരിഹാരം ചെയ്താൽ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് അസുഖം വരുമ്പോൾ നമ്മൾ ഈ പരിഹാരത്തിന് മാത്രം പോകുന്ന, ശരീരത്തിന് ക്ഷീണം, വേദന, അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾ, തലവേദന, ഇത് അങ്ങനെ അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ കറക്റ്റായ സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ള ആ ഒരു പ്രാധാന്യം നമ്മൾ കണക്കാക്കിയിട്ടുണ്ടോ? ശരിയായ സമയങ്ങളിൽ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കുടിച്ചിട്ടുണ്ടോ? ഉറക്കം നല്ലതായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ? തെറ്റായ ഭക്ഷണ രീതികൾ എന്തെങ്കിലും നമ്മൾ പാലിച്ചു പോരുന്നുണ്ടോ? മനസ്സിൽ എന്ത് ടെൻഷനാണ് മനസ്സിനെ എപ്പോഴും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ശരീരത്തിന് ഒരു ശ്രമകരമായ എന്തെങ്കിലും ഒരു ശരീരത്തിനൊരു എക്സസൈസ് കൊടുക്കുന്ന പോലെയുള്ള ജോലികൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ എനിക്ക് ശരീരത്തിന് സുഖം വന്നു, എനിക്ക് ആരോ എന്തോ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഡിപ്രഷനിലേക്ക് തള്ളുന്നതിന് മുമ്പേ എൻ്റെ ഭാഗത്ത് ഈ ഒരു അസുഖം വരാൻ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ജീവിതശൈലി എങ്ങനെയായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവിടെ സൊല്യൂഷനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ജോലി സാധ്യതകളിൽ, നമ്മുടെ പഠനങ്ങളിൽ, എല്ലാത്തിലും ഇതേ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ നോക്കി കണ്ടു കഴിയുമ്പോൾ അവിടെ ആ പരിഹാരം വേല ചെയ്യും. പരിഹാരം എന്ന് പറയുന്നത്, പരിഹാരത്തിന് വേണ്ടിയിട്ട് ആരും പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. പരിഹാരം ചെയ്യാനേ പാടില്ല. ഇതേപോലെ ഒരുപാട് പരിഹാരങ്ങൾ എനിക്കുള്ള പേഴ്സണലായിട്ടും
അല്ലാതെ ജോലി സംബന്ധമായിട്ട് ഉള്ള പല പ്രശ്നങ്ങൾക്കും ഞാൻ ഇതേമാതിരി ആരോ എനിക്ക് ചെയ്തതാണ്, എൻ്റെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പരിഹാരത്തിനും പൂജയ്ക്കും ജാതകം നോക്കാനും ഒക്കെ ഒരുപാട് കാശ് ഞാൻ ചിലവാക്കി. അതേപോലെ എൻ്റെ ശാരീരിക ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മാറാത്ത എൻ്റെ കാലിന് വേദന, എൻ്റെ ശ്വാസം മുട്ടൽ, ഇപ്പോൾ ഞാൻ എത്ര ഈസി ആയിട്ടാണ്, എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും എനിക്ക് ഇതേ ഫ്ലോവിൽ എനിക്ക് സംസാരിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ എല്ലാത്തിനും എൻ്റെ തെറ്റുകൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കാൻ പഠിച്ചു. എനിക്ക് തരുന്ന നന്മകൾക്കെല്ലാം ഞാൻ നന്ദി പറയാൻ പഠിച്ചു. ധ്യാനത്തിലൂടെ ഞാൻ എൻ്റെ ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. ശ്വാസത്തിലൂടെ ഞാൻ എൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. അതിലൂടെ ഞാൻ നേടിയതാണ് എൻ്റെ ഈ പൂർണ്ണ ആരോഗ്യം, അങ്ങനെ വേണം പറയാൻ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ധ്യാനം എടുത്തു കഴിഞ്ഞാൽ. അതായത് അല്ലെങ്കിൽ നമ്മൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണം, എനിക്കൊരു കാറ് വേണം, അല്ലെങ്കിൽ ഒരു വലിയ വീട് വേണം, ഇല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, എനിക്കൊരു പ്ലോട്ട് വാങ്ങി അവിടെ ഒരു ഇത് ചെയ്യണം, ഒരു കാറ് മേടിക്കണം, അങ്ങനെ പല പല ഭൗതികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചശക്തിയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമ്മൾക്ക് വരുന്നത് മാത്രമേ നമ്മൾക്ക് വരുള്ളൂ, അല്ലാത്തതൊന്നും നമ്മൾക്ക് വരില്ല. വന്നാൽ തന്നെയും അതിൻ്റെ പേരിൽ നമ്മൾ അതിൻ്റെ മറുപക്കം അനുഭവിക്കേണ്ടതായ ഒരു ചാപ്റ്റർ ഉണ്ടാവും. നമ്മളത് പഠിച്ച് തീർത്തേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് യോജിച്ചത് മാത്രം നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾക്ക് എന്ത് വന്നാലും, അത് ഒരു സുഖം വന്നാലും ദുഃഖം വന്നാലും അതെല്ലാം നമ്മുടെ കർമ്മയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ആ ഒരു കാര്യം. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ആ ഒരു തള്ളിവിടാതെ അതിനെ അനുഭവിച്ചിട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അത് ഞാൻ പല വീടുകളിലും പറയുന്നത്, അതാണ് നമ്മുടെ കർമ്മത്തെ കുറച്ച് കൊടുത്ത് നമ്മുടെ ജീവിതത്തെ സുഗമമാക്കുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ പോയി ദീപം വെച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും നമ്മൾക്ക് അതിൽ നിന്നൊന്നും മാറ്റം വരില്ല. നമ്മുടെ അജ്ഞാനമാകുന്ന ആ ഇരുട്ടിനെ മാറ്റി ജ്ഞാനത്തിൻ്റെ ദീപം നമ്മുടെ മനസ്സിലേറ്റി വെച്ചിട്ട് ആ ദീപത്തിൽ വേണം നമ്മൾ മറ്റൊരു ദീപം കത്തിക്കാൻ. അല്ലെങ്കിൽ ആ അജ്ഞാനതയെ മറന്ന്, അജ്ഞാനതയെ ഏത് തരത്തിലാണ് മാറ്റാൻ പറ്റുന്നത് അതിനുള്ള വഴികൾ നിങ്ങൾ മാനസികമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം അതിനുള്ള വഴികളെല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും. അല്ലാതെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, ഒരു പ്രശ്നങ്ങളും എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്കില്ല ജീവിക്കുകയും വേണം, എനിക്ക് പ്രശ്നങ്ങളും വന്നാൽ എനിക്കത് മാറിപ്പോവുകയും വേണമെന്ന് ആഗ്രഹിച്ചാൽ എവിടെ നടക്കുമോ? അത് നടക്കില്ല. ജീവിതം നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിസന്ധി വന്നാൽ പോലും നീ പുറത്തുള്ള കാരണങ്ങളാണോ ആലോചിക്കുന്നത്? ജാതകത്തിൽ കുഴപ്പമുണ്ടോ, ഗ്രഹദോഷമുണ്ടോ, ദൃഷ്ടിദോഷമാണോ, ശനി ശക്തമാണോ? പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പല സമയവും അവസരങ്ങൾ നഷ്ടമാകുന്നത് നമ്മുടെ തന്നെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ക്ഷമ കുറവായിരിക്കും, നമ്മുടെ ആ ഒരു പതിവായിട്ടുള്ള നമ്മുടെ ശീലങ്ങൾ നമ്മൾ അതൊരു തെറ്റായ ക്രമീകരണമായിരിക്കും. അതിന് എല്ലാത്തിനോടുമുള്ള ഒരു മടുപ്പ് സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ എന്തിനേലും ഫേസ് ചെയ്യാനുള്ള ഒരു ഭയമായിരിക്കും. നമ്മളുടെ എല്ലാ ചിന്തകളും ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്തിനോടും പെട്ടെന്ന് ഒരു പ്രതികരിക്കുന്ന അല്ലെങ്കിൽ കോപപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ ഇതെല്ലാം മാറ്റാതെ പുറത്ത് മാത്രം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു മണ്ണിലേക്ക് വിത്ത് കുഴിച്ചിടാതെ വെറും ആ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ ഒരു മുള വരാൻ നോക്കിയിരിക്കുന്നത് പോലെ തന്നെയാണ്. മനുഷ്യൻ മാറുമ്പോഴാണ് ദൈവം വഴികൾ തുറന്നു തരുന്നത്. മനസ്സിൽ പ്രകാശം തെളിഞ്ഞാൽ ജീവിതം തന്നെ മാറിത്തുടങ്ങും. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മാറും, പ്രവൃത്തികൾ മാറുമ്പോൾ നമ്മുടെ കർമ്മം മാറും, നമ്മുടെ കർമ്മം മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും, ഭാവി ജീവിതം തന്നെ ബ്രൈറ്റായിട്ട് വരും. അപ്പോൾ പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മളെ സമാധാനം കൊടുക്കും, പക്ഷേ നമ്മുടെ ജീവിതം മാറ്റുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ പ്രവൃത്തികളാണ്, നമ്മുടെ ദിനചര്യകളാണ്, എല്ലാമാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. അവിടെ ഒരു പരിഹാരവും ഒന്നും ചെയ്യാൻ പറ്റില്ല. പരിഹാരം എത്ര ചെയ്താലും ഈ കാര്യങ്ങളൊക്കെ മാറ്റാതെ അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കാതെ ഒരു വിടിവ് കാലം ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ വരുന്ന സന്ദർഭങ്ങളെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. അതിന് മുന്നിൽ നമ്മൾ തോറ്റുപോകാതെ പിടിച്ചു നിൽക്കാൻ ദൈവത്തെ നമ്മളോടൊപ്പം ആ ദൈവസ്മരണയെ നമ്മൾ ചേർത്ത് പിടിക്കുക.
എൻ്റെ കർമ്മഫലങ്ങളാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം. ഇതെല്ലാം ഞാൻ ഇന്ന് അനുഭവിക്കാൻ തയ്യാറാണ്. ഞാൻ എല്ലാത്തിനുമൊത്ത് ഉപ്പിട്ടിരിക്കുന്നു, ഞാൻ അനുഭവിച്ചോളാമെന്ന്. പക്ഷേ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ വരുന്ന ആ ദുരനുഭവങ്ങളെ കുറച്ച് തരാൻ നീ എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ നടക്കണം എന്ന് ഒരു വാർത്തയായിരിക്കണം ഭഗവാനോട് പറയേണ്ടത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ആരാധിക്കുന്ന ആരാധനാമൂർത്തിയോട്. അല്ലാതെ എനിക്കത് വേണം, എനിക്കിത് വേണം എന്നൊന്നും പറയണ്ട. അതെല്ലാം നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ച് മാത്രമേ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. നിങ്ങളിൽ എന്താണിപ്പോൾ ഉള്ളത് അതെല്ലാം നിങ്ങളുടെ കർമ്മഫലമാണ്. ആ ഇല്ലാത്തതിനെ അല്ലെങ്കിൽ വരാൻ താമസിക്കുന്നതിനെ പിടിച്ചടിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് നിങ്ങളെ വഴിതെളിച്ച് കൊണ്ടുപോകും. അത് ഞാൻ പറയാനുള്ള എൻ്റെ അനുഭവം പലതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കാറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടി. എനിക്കത് കിട്ടുകയും ചെയ്തു. പക്ഷേ അതുമൂലം എൻ്റെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങൾ ചില്ലറയല്ല. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കത് വേണ്ട, നീ അതിപ്പോൾ വാങ്ങണ്ട എന്ന് തടസ്സപ്പെടുത്തിയിട്ടും ഞാനത് നിർബന്ധപൂർവ്വം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതുമൂലം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചു മുന്നേറേണ്ടത്. നമ്മുടെ ജീവിതാനുഭവങ്ങളെ തട്ടിക്കഴിക്കാൻ നോക്കാതെ അതിനെയെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് വരുന്ന പാഠങ്ങളെ ഉൾക്കൊണ്ട് മുന്നേറി പോകുമ്പോൾ ദൈവം നമ്മൾക്ക് തുണയായിട്ട് നിൽക്കും. അവിടെ ഒരു പരിഹാരങ്ങളും ഒന്നും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ചിലരുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും ഒരുപാട് പണക്കാരായിട്ട് ജീവിക്കുന്നവർ. അവർ അങ്ങനെ മറ്റുള്ളവർ പറയും, അവൻ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് അവൻ ഇത്ര പണക്കാരനായിട്ടിരിക്കുന്നത്. അത് ആ പണക്കാരനായിട്ടിരിക്കുന്നതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഒരു പൂർവ്വ ജന്മത്തിലെ അവർ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമാണ് ഇന്നവർക്കുടെ കയ്യിലുള്ള ആ കാശും പണവും പ്രശസ്തിയും എല്ലാം. അതേസമയം ഇന്നിപ്പോൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരതിനെ ടാലി ചെയ്ത് കൊണ്ടുപോകണം. എന്താണെന്ന് വെച്ചാൽ ആ പണവും പ്രശസ്തിയും സൗഭാഗ്യങ്ങളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുണ്യപ്രവൃത്തികളും അവർ ചെയ്യുന്നതെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. സമയം നല്ലതാണെങ്കിൽ ആ ദൈവത്തിന് പോലും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് അവൻ്റെ കർമ്മഫലമാണ്. അത് അനുഭവിച്ച് അവർ ആസ്വദിക്കുക തന്നെ ചെയ്യണം. ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നന്മയും ചെയ്യണം. അതേപോലെ തന്നെയാണ് ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആ കഷ്ടപ്പാടിനെ എല്ലാം അംഗീകരിച്ച് വരുന്ന വിമർശനങ്ങളെയും വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും എല്ലാം ഉൾക്കൊണ്ട് അതിനെ അംഗീകരിച്ച് അതിന് മുന്നിൽ സറണ്ടറായി സൈലൻ്റായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ അടുത്ത പടി ഒരു ഉയർച്ചയായിരിക്കും ദൈവം കൊടുക്കുന്നത്. ഈ ഓരോ അനുഭവങ്ങളും നമ്മുടെ കൺമുന്നിൽ തന്നെ പലരുടെ ജീവിതത്തിൽ കൂടെ, ചില സമയം നമ്മളുടെ ജീവിതത്തിൽ കൂടെ തന്നെ നമ്മൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും പരിഹാരത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കാതെ ഈ പരിഹാരത്തിന് ചെയ്യുന്നതിന് മുന്നേ നമ്മളിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചിന്തിക്കുക. ധ്യാനമെടുക്കുക. ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ട്. അത് കാരണം ഇപ്പോഴും ധ്യാനത്തിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നിട്ടും എൻ്റെ ജീവിതം ഇത്. ആ 3 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നിങ്ങൾ വഴിപാടും കാര്യങ്ങളും അമ്പലത്തിൽ പോക്കും കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രപഞ്ചം നിങ്ങളെ ഉണർത്തിയെടുക്കുന്നതാണ് ആ സമയം. ചിലർക്കും ആ സമയവും എനിക്ക് ഉറക്കമില്ല, എനിക്കെന്തോ ബാധ കൂടിയതാണ്, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ സെല്ല് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് റീൽസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ലൈവിൽ പോയി മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആ സമയം പ്രപഞ്ചം നിന്നെ അലേർട്ട് ചെയ്യുകയാണ്. എഴുന്നേക്ക്, ഞങ്ങൾ ഉണർന്നിരിക്കുന്ന, ഞങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രപഞ്ചശക്തി ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുന്നവർ രക്ഷപ്പെട്ടു, മനസ്സിലാകാത്തവർ ജീവിതം വീണ്ടും പടുകുഴിയിലേക്ക് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് സത്യങ്ങൾ മനസ്സിലാക്കുക. ബ്രഹ്മമുഹൂർത്തത്തിനെ കഴിയുന്നതും നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റത് കൊണ്ട് മാത്രം ഒരാളുടെ ജീവിതം മെച്ചപ്പെടത്തില്ല. പലരുമുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്, അല്ലെങ്കിൽ പച്ചക്കറി വ്യാപാരികളുണ്ട്, അങ്ങനെ പത്രം ഇടുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ് എഴുന്നേറ്റ് ജോലി ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് അവരുടെ ജീവിതം മാറുന്നില്ല? അവരാ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നില്ല. അവരതിനു വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നില്ല. അപ്പോൾ ശ്വാസമാണ് നമ്മുടെ ഗുരുവും ദൈവവും എല്ലാം ശ്വാസമാണ്. ആ ശ്വാസത്തിൽ കൂടെ ആ ശ്വാസ നിയന്ത്രണത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം. ഇത് തന്നെയാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.